അജീത്, ഞാൻ SU നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ്. നമ്മൾ ഇവിടെ സമിതികളൊക്കെ അതിലൊക്കെ നമ്മൾ പങ്കാളിത്തമുണ്ട്. നമ്മൾ ആത്മാർത്ഥപരമായി നാട്ടുകാരെ ശേഖരിച്ച് കഴിഞ്ഞ് പല സമിതികളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. എങ്കിലും നമുക്കിത് മനസ്സിലാകുന്നിടത്തോളം ഇത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടാവുന്നില്ല. അതായിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ട പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നു നോക്കുമെന്നല്ലാതെ ഒരു രാത്രി ഇവിടെ ഇപ്പോൾ പകലാണ് ഈ സാധനം കിട്ടി. അപ്പോൾ സുലഭമായിട്ട് ഈ സാധനം ഈ ഏരിയയിൽ ഉണ്ട് എന്നുള്ളതിന് തെളിവാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രാത്രി പെട്രോളിങ്ങും അതോടൊപ്പം തന്നെ പോലീസ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ക്യാമ്പടിച്ച് വളരെയധികം പിന്നെ പോലീസ് ഡ്രസ്സിലല്ലാതെ മട്ടിലൊക്കെ വന്നിട്ട് കാര്യങ്ങൾ വളരെയധികം ആത്മാർത്ഥപരമായി പരിശോധന നടത്തിയ ആളുകളെ പിടിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാകുന്നത് സാധാരണക്കാരനൊന്നുമല്ല, ഇതൊക്കെ ഉദ്യോഗ തലങ്ങളിൽ ബസ്സെന്നോ അങ്ങനെ പല മേഖലയിൽ നിന്നാണ് സാധനം അവിടെ സുലഭമായിട്ട് ഇറങ്ങുന്നത്. അല്ലാതെ സാധാരണക്കാർ ഇത് കിട്ടാൻ സാധാരണക്കാർ പോയാൽ പിടിക്കപ്പെടുക. അപ്പോൾ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട പല ഉദ്യോഗസ്ഥ കണ്ണികളുണ്ടോ എന്ന് നമുക്ക് സംശയം ഉണ്ട്. എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്, നാട്ടുകാർ എത്ര വികാരം കൊണ്ടിട്ടും ഇതിന് ശക്തമായ ഒരു നടപടിയും ശക്തമായ ഒരു അറ്റാക്കും ഇല്ലാത്തത്തോളം കാര്യങ്ങൾ സുലഭമാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഗവൺമെൻറ് സ്കൂള്, പഞ്ചായത്ത് ഓഫീസ്, അതോടെ തന്നെ ആസ്ഥാനമായ വില്ലേജ് ഓഫീസ്, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് സർവീസ് ചെയ്യുന്ന സ്ഥാപനങ്ങളുള്ളൊരു ഏരിയയാണ് ഇത്. അപ്പോൾ വളരെയധികം ശക്തമായിട്ട് ഞാൻ പറയുകയാണ്, ഉത്തരവാദിത്തപ്പെട്ട പോലെ ശ്രദ്ധ ഈ മേഖലയിൽ വേണമെന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്.